ഫൈനലി ഇതാണ് ആ ഒരു 10,000 രൂപയുടെ ലോജിടെക്കിൻ്റെ G512 കാർബൺ എന്ന് പറയുന്ന ഈ ഒരു കീബോർഡ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് തന്നെയാണ് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് 10,000. ഓക്കെ, നിങ്ങളിപ്പോൾ ആമസോൺ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9.9K ഈ ഒരു ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിലുള്ള അതിൻ്റെ കറണ്ട് പ്രൈസ്. ഓഫറൊക്കെ വന്നിരുന്ന സമയത്ത് 9,000 രൂപയ്ക്ക് അവൈലബിൾ ആയിരുന്നു. ഒരു 10,000 രൂപ വേർത്ത് വരുന്നൊരു കീബോർഡിൽ എന്താണ് പ്രത്യേകത, അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നൈസ് കീബോർഡാണ്. ലോജിടെക് എന്ന് പറയുന്ന ബ്രാൻഡിന് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ്. പിന്നെ ഇത് ലോജിടെക് സ്പോൺസേർഡ് ഒന്നും അല്ല, ഇത് ഞാൻ പൈസ കൊടുത്ത് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച കീബോർഡാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പം ലോജിടെക്കിൻ്റെ ഈ ഒരു G512 കാർബൺ എന്ന് പറയുന്ന ഈ ഒരു കീബോർഡ് മെക്കാനിക്കൽ കീബോർഡാണ്. ഇതിൽ വരുന്നത് GX ബ്ലൂ സ്വിച്ചസ് ആണ്. ഇത് ഈ ഒരു 3,000-4,000 രൂപയുടെ കീബോർഡിലൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ ഓട്ടോമോഡ് സ്വിച്ചസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം ഒരു 6,000 രൂപയുടെ മേലക്കുള്ള കീബോർഡാണെന്നുണ്ടെങ്കിൽ സാധാരണ ചെറിയ MXൻ്റെ കീസൊക്കെയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രീമിയം ബ്രാൻഡായ ലോജിടെക്, റൈസർ അവരുടേതായിട്ടുള്ള കേസ് ഉണ്ട്. ഇപ്പോൾ ഇത് ലോജിടെക്കിൻ്റെ GX എന്ന് പറയുന്ന സീരീസിൽ അവർ ഇറക്കുന്ന കേസാണ്. അപ്പോൾ ഈ ഒരു കീബോർഡിൽ തന്നെ 3 കീസിൻ്റെ ഓപ്ഷൻ നമുക്കുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു GX ബ്ലൂ, അതിൻ്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ക്ലിക്ക് ആൻഡ് ടാക്റ്റൈൽ ആയിട്ടുള്ള കേസായിരിക്കും. പിന്നെ വരുന്നതാണ് റെഡ് സ്വിച്ചസ്. അതിന് സൗണ്ട് ഒന്നും കാണില്ല, ഞാൻ ജസ്റ്റ് ഒരു റെഡ് സ്വിച്ചസിൻ്റെ സാമ്പിൾ കാണിച്ചു തരാം. ഇതൊരു റെഡ് സ്വിച്ചാണ് കേട്ടോ. അതിൻ്റെ സാമ്പിൾ വേണമെങ്കിൽ ഞാൻ മൈക്കിൻ്റെ അടുത്ത് പിടിച്ച് കാണിച്ചു തരാം. സൗണ്ടേ കാണില്ല, കാരണം ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു കീ ആണ്. ഇതെന്ന് പറയുന്നത് ഓട്ടോമോഡ് സ്വിച്ചാണ്, കണ്ടാൽ തന്നെ അറിയാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഇൻഡെപ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഇവിടെ കീസിനെ കുറിച്ചിട്ടുള്ള. പിന്നെ ഒരു വേരിയൻ്റ് എന്ന് പറയുമ്പോൾ ബ്രൗൺ സ്വിച്ചസ് ആണ്. അതായത് ഈ ഒരു ബ്ലൂവിൻ്റെയും റെഡിൻ്റെയും ഇടക്ക് നിൽക്കുന്ന ഒരു വേരിയൻ്റ് ആണ് ബ്രൗൺ എന്ന് പറയുന്നത്. അതിന് ടാക്റ്റൈൽ പമ്പും ഉണ്ട്, അത്യാവശ്യം ക്ലിക്കി ആയിരിക്കും, ടാക്റ്റൈലും ആണ്. പക്ഷേ കുറച്ച് ഇതിനെ ബ്ലൂവിനെ അപേക്ഷിച്ച് കുറച്ച് സൗണ്ട് കുറവായിരിക്കും. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് ബ്ലൂ സ്വിച്ചസ് ആണ്. എല്ലാത്തിനും ഒരേ റൈറ്റ് ആണ് കേട്ടോ, നിങ്ങളുടെ പേഴ്സണൽ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കീബോർഡിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലുമിനിയം അലോയ് ആൻഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇത് ഫുള്ളി ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു മേലെ ഭാഗം മാത്രമാണ് അലുമിനിയം അലോയ് വരുന്നത്. അടിയിലാണെന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു അലുമിനിയം അലോയ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലുമിനിയം മഗ്നീഷ്യം കൊണ്ടൊക്കെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. എയർക്രാഫ്റ്റ് ഗ്രേഡ് അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. സംഭവം ഒരു അടിപൊളി ലുക്കാണ് കേട്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഒരു അടിപൊളി ലുക്കാണ്, കണ്ടാൽ തന്നെ ഒരു പ്രീമിയം കീബോർഡാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹെവി ബിൽഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള കീസാണ്, ഭയങ്കര ഗ്രിപ്പി ആയിട്ടുള്ള കീസൊന്നും അല്ല, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫിനിഷിങ് കൊടുത്തിട്ടുള്ള കീസാണ്. പക്ഷെ നമുക്കിതിൽ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് തെന്നിപ്പോവുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇവർ ഇതിൻ്റെ കീ ക്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിക്കായിട്ടുള്ള ബ്രൈഡഡ് കേബിളാണ് വരുന്നത്. അതുപോലെ തന്നെ 2 USB ഇൻ്റർഫേസും നമ്മുടെ PC-യിൽ കുത്തണം, കാരണം ഇതിലൊരു USB പാസ് ത്രൂവും വരുന്നുണ്ട്. അതെന്താണെന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. നമുക്ക് ഇതിൽ തന്നെ USB ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മുടെ PC-യിൽ എണീച്ച് നിന്ന് കുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് കീബോർഡിൽ തന്നെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു കീബോർഡിൽ തന്നെ നടക്കും. പക്ഷേ ഇതിൻ്റെ USB ഫുള്ള് 2.0 ആണ് വരുന്നത്, 3.0 ഒന്നുമല്ല. ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്തു. ഇത് അത്യാവശ്യം വെയിറ്റും ഉണ്ട്, 1.1 കിലോന് ഇത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ഫുൾ അത്യാവശ്യം കുറേ റബ്ബർ ഗ്രിപ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതിൽ വരുന്നത്. സാധാരണ കീബോർഡ്സിലൊക്കെ 3-4 വരുന്നുണ്ട്, ഇതിലാകെ 2 വരുന്നുള്ളൂ. ഒന്ന് ക്യാപ് ലോക്കിനും അതുപോലെ തന്നെ നമുക്ക് വിൻഡോ കീ ലോക്ക് ചെയ്യാനുള്ള ആ ഒരു 2 ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് വരുന്നത്. അതും RGB ആണ്. ഓക്കെ, സാധാരണ അതിനൊക്കെ വരുന്നത് ബ്ലൂ ലൈറ്റ് അതുപോലെ തന്നെ വൈറ്റ് ലൈറ്റ് ഒക്കെയാണ് സാധാരണ വരുന്നത്. ഹൈപ്പർഎക്സിൻ്റെ ഒരു 7,000-8,000 രൂപയുടെ കീബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വൈറ്റ് ലൈറ്റ് ആണ് വരുന്നത്. പക്ഷേ അതിനും RGB ആണ്, ഫുൾ RGB ആയിട്ടുള്ളൊരു കീബോർഡാണ്. ഇത്രയും വില കൊടുത്തൊരു കീബോർഡ് വാങ്ങിക്കഴിഞ്ഞാൽ ഗെയിമിങ്ങിൽ എന്ത് അഡ്വാൻറ്റേജ് കിട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത് കീസ് രജിസ്റ്റർ ആവും. അതായത് നമ്മളൊരു കീ നോക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൽ ഇതാവും. അത് എല്ലാ മെക്കാനിക്കൽ കീബോർഡ്സും എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. പ്രീമിയം കീബോർഡ് ആകുമ്പോൾ അത് കുറച്ചുകൂടെ എൻഹാൻസ്ഡ് ആയിരിക്കും. നമ്മൾ എത്ര ഗെയിം കളിച്ചാലും അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കുത്തന്നു കഴിഞ്ഞാലും ഒരു ഭയങ്കര മടുപ്പ് ഫീൽ ചെയ്യില്ല. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അങ്ങനെ കുറേ നേരം നമുക്ക് കളിച്ചിരിക്കാൻ തോന്നും. അതുപോലെ തന്നെ കുറച്ച് മീഡിയ ഇൻറ്റഗ്രേറ്റഡ് ബട്ടൺസും വരുന്നുണ്ട്. ഫംഗ്ഷൻ ബട്ടൺ നോക്കിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ G-Hub സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് അത് നമുക്ക് ഫുള്ളി മോഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ F12 നോക്കി കഴിഞ്ഞാൽ സിസ്റ്റം മൊത്തം ഓഫ് ആവുക, അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇതിൽ പറ്റും. അതുപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് വിൻഡോ കീ ലോക്ക് ചെയ്യാനായിട്ടുള്ള ബട്ടണും അതുപോലെ തന്നെ ലൈറ്റ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബട്ടണും വരുന്നുണ്ട്. നിങ്ങൾ G-Hub എന്ന് പറയുന്ന ലോജിടെക്കിൻ്റെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ലൈറ്റ് കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്മേ ഈ ഒരു കീ ഓട്ടോമാറ്റിക്കായിട്ട്
ഡിസേബിൾ ആവും. അവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ വെച്ച് കസ്റ്റമൈസ് ചെയ്യാനായിട്ടും പറ്റും. RGB നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18.8 മില്യൺ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അത് മറ്റേ വേറെ കീബോർഡ്സിൻ്റെ ഒക്കെ പോലെ ഭയങ്കര പോപ്പപ്പ് ആയിട്ട് നിൽക്കുന്ന ലൈറ്റ് ഒന്നുമല്ല, ഭയങ്കര ഒരു കൂൾ ആയിട്ടുള്ള ലൈറ്റ് ആണ്. അതായത് നമ്മളെ കണ്ണിലോട്ട് ഓവറായിട്ട് അടിച്ചു വരുമൊന്നുമില്ല, ഭയങ്കരമായിട്ട് ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ്. ഹൈപ്പർ എക്സിൻ്റെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമൊക്കെ ആയിട്ട് ലൈറ്റ് ആണ്, വല്ല ഫെസ്റ്റിവലിനും പോയ പോലെയാണ്. പക്ഷേ ഇതിൻ്റെ ഭയങ്കര ഇതായിരിക്കും. പക്ഷെ ഒരാൾ വന്ന് നോക്കുന്ന സമയത്ത് ബാക്കിൽ നിന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലൈറ്റ് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ മുന്നിൽ വന്ന് ഇരിക്കുമ്പോൾ ലൈറ്റ് കുറച്ച് ഭയങ്കര ഡിഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. ലോജിടെക്കിൻ്റെ G-Hub സോഫ്റ്റ്വെയർ വെച്ചിട്ട് നിങ്ങൾക്ക് കുറേ അധികം എഫക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും അതിലുണ്ട്. അങ്ങനെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് G-Hub എന്ന് പറയുന്നത്. ഞാൻ സ്വന്തമായിട്ട് ഒരു എഫക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൽ അപ്ലോഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നൈസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഗെയിം ഇപ്പോൾ GTA 5 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ GTA 5 മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കീസൊക്കെ ഓൾറെഡി ഒന്ന് പോപ്പപ്പ് ചെയ്തിട്ട് ബാക്കി കീസൊക്കെ ചെറുതായിട്ടൊന്ന് ലൈറ്റ് കുറച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കീബോർഡ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു കീബോർഡ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം. ഇനിയും പ്രീമിയം കീബോർഡ്സും അതുപോലെ തന്നെ PC ബിൽഡ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ടാവും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റി ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് തന്നെ കാണാം. ബൈ.